മലയാള സിനിമയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി 1000 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സും പ്രേമലവും ആവേശവും ആടുജീവിതവുമെല്ലാം തിയേറ്റർ നിറഞ്ഞോടി. രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിലേക്ക് മലയാള സിനിമ ഒരിക്കൽ കൂടി എത്തി. ഇത് നമുക്ക് അഭിമാന നിമിഷമാണ്. അപ്പോൾ ഇതിന്റെ വിവരങ്ങൾ നമ്മളോട് നൽകുന്നത് ഷബാസ് ആണ്. ഷബാസ്, വരൂ. നമുക്ക് ഈ ഹോളിവുഡിലേക്കും ബോളിവുഡിലേക്കും ഒക്കെ നോക്കി നമ്മൾ ഇങ്ങനെ പറയുമായിരുന്നു, ആഗ്രഹിക്കുമായിരുന്നു അല്ലെ, നമുക്കും ഒരു 1000 കോടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും ചരിത്ര നേട്ടമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടോട്ടൽ കളക്ഷൻ 1000 കോടിക്ക് മുകളിൽ. അതും ഈ വർഷം തുടങ്ങി ഏകദേശം 5 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ മലയാള സിനിമ ഈ ഒരു വലിയൊരു നേട്ടം അടിച്ചു എന്നത് സന്തോഷിക്കാവുന്ന കാര്യമാണ്. അത് ഒരുപാട് പ്രതീക്ഷകളാണ്. ഇനി വരാനിരിക്കുന്ന സിനിമകൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ പുതിയ പരീക്ഷണം നടത്താൻ സംവിധായകർക്കും സിനിമയിലെ അണിയർ പ്രവർത്തകർക്കും ഒക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒരു നേട്ടമാണ് മലയാളം നേടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഒരു വേവ് എന്ന് പറയണം. കാരണം കഴിഞ്ഞ വർഷം വളരെ കുറച്ച് സിനിമകൾ നിന്ന് മാത്രമായി 500 കോടിയാണ് ഒരു വർഷത്തിൽ നേടി കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം തുടക്കത്തിൽ 5 മാസം കൊണ്ട് അതിൻ്റെ ഇരട്ടിയോളം മലയാള സിനിമ ആകെ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2018 നമുക്ക് വലിയൊരു ഹിറ്റ് അടിച്ചൊരു സിനിമ എന്ന് പറയാവുന്നത്. പിന്നെ RDXും കണ്ണൂർ സ്കോഡും ഒക്കെ രോമാഞ്ചവും ഒക്കെ കളക്ഷനിൽ വന്നെങ്കിലും മലയാള സിനിമ 500 കോടിയിൽ കഴിഞ്ഞ വർഷം നിന്നു. അതിനുശേഷം ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ, ഈ ജനുവരി തുടങ്ങി അങ്ങോട്ട് ഈ മെയ് അവസാനത്തിലേക്ക് എത്തുന്ന ഈ സമയത്ത് ഗുരുവായൂർ അമ്പല നടയിലെ കളക്ഷൻ കൂടി വന്നതോടെ, കളക്ഷൻ 50 കോടി കഴിഞ്ഞതോടുകൂടി മലയാള സിനിമ 1000 കോടി കടന്നിരിക്കുകയാണ്. അതായത് മഞ്ഞുമൽ ബോയ്സ് ആണ് അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് 250 കോടികൾ 241 കോടി നേടി ഇന്ത്യയിൽ ലോകത്താകമാൻ ശ്രദ്ധ നേടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. തമിഴ്നാട്ടിലൊക്കെ പ്രേക്ഷകർ വലിയ രീതിയിൽ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. കഴിഞ്ഞ വർഷം മലയാളത്തിൽ 2018 ശേഷം കളക്ഷൻ നേടിയ സിനിമകൾ ജയിലറും ലിയോയും ഒക്കെയാണ്. തമിഴ് സിനിമകളാണ് മലയാളത്തിൽ മുമ്പ് കളക്ഷൻ നേടിയത്. പക്ഷേ ഇത്തവണ നമ്മളത് തിരിച്ചടി പോലെ കൊടുത്ത് തമിഴ്നാട്ടിലൊരു മലയാള സിനിമ ഇതുവരെ തമിഴിൽ ഈ വർഷം ഇറങ്ങിയ സിനിമകൾക്ക് മുകളിൽ നിന്ന, അതെ തമിഴ്നാട്ടിനെ കൊണ്ട് കൈയടിപ്പിച്ചു എന്നുള്ളതാണ്. ഈ വർഷം ഓസ്ലറിൽ നിന്നും തുടങ്ങിയതാണ്, ഹിറ്റടിച്ച് തുടങ്ങിയതാണ്. ഓസ്ലറിൽ നിന്ന് തുടങ്ങി അതിനുശേഷം ഭ്രമയുഗവും പ്രേമലവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ മത്സരിച്ച് കളക്ഷൻ നേടിക്കൊണ്ട്, അതും ഒട്ടും ഒരു സിനിമയെ പിന്നിലാക്കിക്കൊണ്ടല്ല. അതെ അതും വലിയൊരു ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഇനി ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് പ്രതീക്ഷിക്കുന്ന ടർബോ വരാനുണ്ട്, മമ്മൂട്ടിയുടെ ടർബോ അടുത്ത് വരാനുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ 3-4 സിനിമകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ബറോസ് പോലുള്ള വലിയ ചിത്രങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. മലയാള സിനിമ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഈ 5 മാസത്തിൽ ഇത്രയും കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന സമയം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഇതുവരെ നേടാനാവാത്ത വലിയ ചരിത്ര നേട്ടങ്ങൾ. അത് മലയാള സിനിമയ്ക്ക് വലിയ രീതിയിൽ സഹായകമാവും. കാരണം പുതിയ പരീക്ഷണങ്ങൾ, എല്ലാം വ്യത്യസ്ത ജോണറുകളുടെ ചിത്രങ്ങളായിരുന്നു. ഹിറ്റഡ് ചിത്രങ്ങൾ ഈ വർഷത്തിൽ വന്നതെല്ലാം പുതിയ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. മലയാള സിനിമ എല്ലാ വർഷവും നടക്കാറുള്ള പരീക്ഷണങ്ങൾ പോലെ തന്നെ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാൻ എന്ത് വേണമെന്നുള്ളത് കൊറോണയ്ക്ക് ശേഷം, അതെ ഈ കോവിഡിനൊക്കെ ശേഷം തിയേറ്ററിലേക്ക് ആളുകൾ ഒഴുകുകയായിരുന്നു. അതെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞു OTT റിലീസുകൾ കൂടിയെന്ന് പറഞ്ഞ് തിയേറ്റർ ഉടമകളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു കോവിഡിന് ശേഷം. പക്ഷേ ഇത്തവണ ഈ ആവേശം, ഫഹദ് ഫാസിലിന്റെ ആവേശം തിയേറ്ററിൽ നിന്ന് ഇപ്പോഴും OTT റിലീസായ ശേഷവും തിയേറ്ററുകൾ ഓടുന്നു എന്നുള്ളതാണ്. കാരണം തിയേറ്ററിൽ കാണുന്ന സിനിമ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള രീതിയിലേക്ക് മലയാളികൾ എത്തിക്കാൻ പുതിയ മലയാളത്തിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞു. അതായത് മലയാള സിനിമ ഇറക്കുന്നവർക്ക്, സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചവർക്കും അതിൽ ഭാഗമായ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് സുഷിൻ ശ്യാം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ മലയാള സിനിമയുടെ സീൻ മാറ്റുന്നത്. ആ സിനിമ ഇറങ്ങുന്ന മുമ്പേ സുഷിൻ ശ്യാമിന് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പരീക്ഷണം അത്രത്തോളം വിജയം കാണുമെന്ന് അവർക്ക് സിനിമ ഇറക്കുമ്പോൾ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് മലയാളത്തിൽ സിനിമയുടെ സീൻ തന്നെ മാറ്റി വലിയൊരു ടോപ്പ് കളക്ഷനിലേക്ക് മഞ്ഞുമൽ ബോയ്സിനെ എത്തിച്ചത്. അതേപോലുള്ള സിനിമകളാണ് ഇതുവരെ മലയാളത്തിൽ ഇറങ്ങിയതെല്ലാം. സിനിമ നിർമ്മിക്കുന്നവർക്ക് കോൺഫിഡൻസ് ആണ്, സിനിമ നിർമ്മിക്കുന്നവർക്ക് ആളുകൾ തിയേറ്ററിൽ കാണും, പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുമെന്നുള്ള ആ കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് മലയാള സിനിമയിൽ തുടർന്നും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. പുതുമുഖങ്ങൾക്കൊക്കെ അതെ എല്ലാ തരത്തിലുള്ള എല്ലാ പുതിയ ആളുകളായാലും മുമ്പ് എല്ലാ നടന്മാരുടെ എല്ലാം, വാലിബനും അല്ലെങ്കിൽ ഓസ്ലറും, അങ്ങനെ പല തരത്തിലുള്ള സിനിമ, എല്ലാ നടന്മാരുടെയും വ്യത്യസ്ത നടന്മാരുടെ ഒക്കെ എല്ലാവർക്കും സാധ്യത മലയാള സിനിമയിൽ തുറന്നു വരുന്നതാണ് വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഇത്രയും സിനിമകൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും ഷാബാസിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എനിക്ക് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിൽ എന്തുകൊണ്ടാണെന്നറിയില്ല, അത് കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പല സിനിമകളാണ്, അത് ഓരോന്നും ഓരോ ടൈപ്പാണ്. ആവേശം കണ്ടിരുന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റാത്ത പടമാണ് ആവേശം. അപ്പൊ അത് അതെ ഇരുന്ന് കാണാൻ പറ്റാത്ത സിനിമയാണ് ആവേശം. മഞ്ഞുമൽ ബോയ്സ് വേറെ തരത്തിൽ നമുക്ക് വല്ലാതെ ടച്ചിങ് ആവുന്ന സിനിമയാണ്. ഓരോ തരത്തിലും എല്ലാ സിനിമകളും വ്യത്യസ്ത തരത്തിൽ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ അതാണ് ഷാബാസ് പറഞ്ഞു വെക്കുന്നത്. മലയാള സിനിമയുടെ സീൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ഇനിയും അത് മാറിക്കൊണ്ടേയിരിക്കും.